നമ്മുടെ ഹോസ്പിറ്റലിൽ നമ്മൾ ഈ സമയം വളരെ ആക്റ്റീവായിരിക്കേണ്ടതാണ്. ഈ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ ഇരുന്ന് പഠിക്കുക എന്നത് കുറച്ച് വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ്. നിങ്ങളും ഞാനും ടയേർഡാണോ എന്ന് കേട്ടിട്ടുണ്ട്. ഞാൻ ടയേർഡല്ല കേട്ടോ. ഇത് വളരെ വിഷയപ്രസക്തമായി സംസാരിക്കേണ്ടതുകൊണ്ടാണ്. നിങ്ങൾ ആരും ഉറങ്ങുന്നില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് നമ്മൾ അധികം തമാശകളിലേക്ക് പോകാതെ വളരെ സ്ട്രെയിറ്റ് ആയിട്ട് IPC 8A കിടക്കുന്നത്. IPC 8A ഇൻഫെക്ഷൻ പ്രിവെൻഷൻ കൺട്രോൾ 8A പറയുന്നത് ദ ഓർഗനൈസേഷൻ ഇംപ്ലിമെൻറ്റ്സ് occupational health and safety practices as per the guidance to reduce the risk of transmitting microorganisms among the healthcare providers എന്നതാണ്. നമുക്ക് നമ്മുടെ സ്ഥാപനത്തിൽ വരുന്ന സ്റ്റാഫിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഈ ഒരു പ്രാക്ടീസസ് ട്രാൻസ്മിറ്റിംഗ് ഓഫ് മൈക്രോ ഓർഗാനിസംസ് പ്രിവെൻറ്റ് ചെയ്യാൻ, അതിൻ്റെ റിസ്ക് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ഓർഗനൈസേഷനിൽ ആവശ്യത്തിന് സ്റ്റാഫ് ഉണ്ടാകണം. ഇൻഫെക്ഷൻ പ്രിവെൻഷൻ കൺട്രോൾ ടീമിൽ അവർ കൃത്യമായും ഗൈഡ് ലൈൻസ് അനുസരിച്ച് സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് നടപ്പിലാകുന്നു സ്റ്റാഫിൻ്റെ ഇടയിൽ എന്ന് ഉറപ്പുവരുത്തണം. പ്രീ എംപ്ലോയ്മെൻറ്റ് ഹെൽത്ത് സ്ക്രീനിങ് ഉണ്ടാവണം, അവരുടെ ഇമ്മ്യൂണൈസേഷൻ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിൽ ഒരാളിനെ എടുക്കുന്നതിന് മുമ്പ് തന്നെ അയാളുടെ ഇമ്മ്യൂണൈസേഷൻ സ്റ്റാറ്റസ് എന്താണെന്ന് ചെക്ക് ചെയ്യുന്നതിനുള്ള സ്ക്രീനിങ് നടന്നിട്ടുണ്ടോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതിന് കൃത്യമായി ഗൈഡ് ലൈൻസ് ഉണ്ടാവണം, ഇല്ലെങ്കിൽ അതൊന്നും അവിടെ നടന്നു വരത്തില്ല. സോ ആ ഒരു ഗൈഡ് ലൈൻസ് ഡോക്യുമെൻറ്റഡ് ആയിട്ട് ഉണ്ടാവണമെന്നതാണ് IPC 8A പറയുന്ന ദ ഓർഗനൈസേഷൻ ഇംപ്ലിമെൻറ്റ്സ് occupational health and safety practices as per the written guidance to reduce the risk of transmitting microorganisms among healthcare providers. നമ്മുടെ സ്ഥാപനത്തിൽ നമ്മുടെ സ്റ്റാഫിനിടയിൽ ഈ ഒരു ഇൻഫെക്ഷൻ പ്രിവെൻഷൻ നടക്കുന്നതിന് നമുക്ക് ആവശ്യത്തിനുള്ള ഇൻഫെക്ഷൻ പ്രിവെൻഷൻ കൺട്രോൾ സ്റ്റാഫ് സ്ട്രെങ്ത് ഉണ്ടാവണം. ആ റിസോഴ്സ് ഉണ്ടെങ്കിലാണ് നമുക്ക് നമ്മുടെ ഓർഗനൈസേഷനിൽ ഇത്തരത്തിലുള്ള പ്രിവെൻഷൻ പ്രോഗ്രാംസ് നടത്താൻ പറ്റുന്നത്. നമുക്കൊരു പ്രീ എംപ്ലോയ്മെൻറ്റ് ഹെൽത്ത് സ്ക്രീനിങ് ഉണ്ടാവണം ടു ക്യാപ്ചർ ഇമ്മ്യൂണൈസേഷൻ സ്റ്റാറ്റസ്. ഓക്കെ.